ഹായ് ഫ്രണ്ട്സ്, സുഹൃത്താണ്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ വണ്ടി കാണുമ്പോൾ തന്നെ മനസ്സിലായത് ഒരുപാട് റീൽസിലൊക്കെ കുറച്ച് മുന്നുണ്ടായിരുന്നൊരു വണ്ടിയാണ്. ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് ചെറിയ പ്രശ്നമായിട്ട് വന്ന വണ്ടിയാണ്, അപ്പോൾ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്നുമല്ല ഇവിടെ പറയാൻ പോകുന്നത്. ഇത് 2005 മുതൽ 2004 ലാസ്റ്റ് 2010 വരെ വന്ന വണ്ടിയാണ്. നല്ല എന്താ പറയുക, ഒരു വല്ലാത്തൊരു മാർക്കറ്റാണ് ഈ വണ്ടിക്ക്. അപ്പം ഈ ഒരു വണ്ടി എന്തായിരുന്നു പ്രശ്നം എന്നുള്ളൂ ഈ വണ്ടിക്ക് കോമൺ ആയിട്ട് പിന്നെ സാധാരണ എത്ര ലോൻ്റെ ടോർക്കിൽ ഓടുന്നുള്ളത് കാണിച്ചു തരാം. എത്ര സ്ലോ സ്പീഡിൽ 5ാമത്തെ ഗിയറിൽ എത്ര സ്ലോ സ്പീഡിൽ ഓടുന്നുള്ളൂ. ഇത്രയും വില കൊടുത്ത് ഈ സാധനം വാങ്ങിക്കണോ അതോ പഴയ വണ്ടി ഏതെങ്കിലും ഒക്കെ ബുള്ളറ്റ് വാങ്ങിച്ച് പണിതാൽ മതിയോ എന്നുള്ളൊരു ചെറിയൊരു വിശദീകരണം അങ്ങ് തരാൻ പോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കമ്പയർ ചെയ്യാൻ ഉദ്ദേശിച്ചത് 86 മോഡൽ വണ്ടി റീസ്റ്റോർ ചെയ്തൊരു വണ്ടിയുണ്ട്. ഇപ്പോൾ നിലവിൽ ഫുള്ള് റീസ്റ്റോറേഷൻ കഴിഞ്ഞിട്ട് കൊണ്ടുപോകാൻ കിടക്കുന്നൊരു വണ്ടിയുണ്ട്. അതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ആ സമയം കിട്ടുമോ എന്നറിയില്ല. ഏതായാലും മഴ ആയതുകൊണ്ടാണ് കേട്ടോ, എനിക്ക് സമയമില്ലാത്തത് കൊണ്ടല്ല, സമയക്കുറവുണ്ട്. എന്നാലും ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, 2009 പുതിയ മോഡൽ വണ്ടികളാകുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വല്ലാതെ അഴിച്ച് പണിത് നശിപ്പിച്ചിട്ടുണ്ടാവില്ല എന്നുള്ള ഒരു ബെനിഫിറ്റ് മാത്രമേ എനിക്ക് അത് നിങ്ങളോട് പറയാനുള്ളൂ. അതല്ലാതെ വേറെ ഒരു ആനയും ഇത്രയും പൈസ കൊടുത്ത് വാങ്ങാൻ ഈ ഒരു സാധനത്തിൻ്റെ മുകളിലില്ല. അപ്പോൾ ഹെവി ക്രാങ്ക് വേണം എന്നുള്ളവർക്ക് ഈ ഒരു ക്രാങ്ക് നമുക്ക് റെഡിമെയ്ഡ് ഒറിജിനൽ ക്രാങ്ക് കിട്ടും. ക്രാങ്ക് വാങ്ങി സാധാ വണ്ടിയിൽ ഫിറ്റ് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതിൽ വരുന്ന PIV പൾസർ വാൽവ് സിസ്റ്റമാണ്. ഇത് BS2 ആയതുകൊണ്ട് തന്നെ 2005 കൂടി BS2 വന്നു. ആ BS2 എമിഷൻ നോംസ് കൺട്രോൾ ചെയ്യുന്നൊരു സിസ്റ്റം കൂടി ഇതിൻ്റെ മുകളിൽ ഹെഡിന് വരുന്നുണ്ട്. അതല്ലാതെ വേറൊരു ഡിഫറൻറ്റും ഇതില്ല. പിന്നെ ക്ലച്ച് വെയിറ്റ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ലോൻ്റെ ടോർക്കും അതുമാതിരി തന്നെ കുറച്ചും കൂടെ ഒരു പെർഫോമൻസും കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെത്. ലോങ് റൈഡൊക്കെ പോകാൻ പറ്റിയ രീതിയിലുള്ള വണ്ടിയാണ് എന്നുള്ളതാണ് 2005-2009 വരെ ഇറക്കിയിട്ടുള്ളൊരു വണ്ടിൻ്റെത്. നമ്മളെ റോയൽ എൻഫീൽഡ് ഉപഭോക്താക്കളുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ചായിരിക്കാം 2005 മുതൽ ലാസ്റ്റ് 2005 ഹെവി ക്രാങ്ക് വണ്ടി വീണ്ടും റോയൽ എൻഫീൽഡ് ഇറക്കിയിട്ടുള്ളത്. 2010 വരെ തുടർന്നു. പിന്നെ ആ സെയിം ക്രാങ്ക് വെയിറ്റിലെ വണ്ടിയാണ് ഇപ്പോൾ UC എഞ്ചിനിൽ സ്റ്റാൻഡേർഡിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ പല ആളുകളെ ചോദ്യമുണ്ട്, പഴയ വണ്ടി എടുത്ത് ലോങ് ഓടിക്കാൻ പറ്റുമെന്നുള്ളത്. ഏത് ലോങ് ഓടിക്കുക, അതൊന്നും പ്രശ്നമല്ല. ഓടിക്കുന്ന പോലെ ഓടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു ഹൈ സ്പീഡ് വണ്ടിയല്ല. അതാദ്യം മനസ്സിലാക്കുക. UC വണ്ടികളെ മാതിരി കുറച്ചൊരു ഹൈ സ്പീഡ് കപ്പാസിറ്റി കൂടിയിട്ടുള്ളൊരു വണ്ടിയല്ല CI എഞ്ചിൻ. ഒരു അത്യാവശ്യം 60-70 സ്പീഡിൽ ക്രൂസ് ചെയ്ത് പോകുന്ന ആളുകൾ, ലെജൻഡ് റൈഡേഴ്സ് മാത്രം യൂസ് ചെയ്യുന്നൊരു വണ്ടിയാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ വണ്ടി കൊണ്ടുപോകുന്നത്. എത്ര ലോങ് ഓടിക്കാനോ കുഴപ്പമില്ല. പിന്നെ ശ്രദ്ധിക്കാനുള്ള എപ്പോഴും ഒരു 1 hour 2 hour മാക്സിമം 2 hour അല്ല, ഫ്രീ ആണ്. ഒരു 1 hour കഴിയുമ്പോൾ എന്തായാലും വണ്ടി ഒരു ബ്രീഫ് ബ്രേക്ക് വണ്ടിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ലോങ് ഓടുന്ന സമയത്ത് ഒറ്റ സ്ട്രെച്ചിൽ കിലോമീറ്ററുകളോളം ഓടാതെ ഒരു ബ്രേക്ക് കൊടുത്തിട്ട് മാത്രം വണ്ടി ഓടുക. തെർമൽ എക്സ്പാൻഷൻ ഗ്യാപ്പിലൊക്കെ കറക്റ്റായിട്ട് ക്ലിയറൻസൊക്കെ നോക്കിയിട്ട് പണിത വണ്ടിയാണ് എന്ന് ഉണ്ടെങ്കിൽ ആ ഒരു വണ്ടി ലോങ് ഓടും, ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അല്ലാത്ത വണ്ടികൾ ഒരുപാട് ആൾക്കാരോട് ചോദിക്കുന്നുണ്ട്, വണ്ടി നിൽക്കുകയാണ്, വണ്ടി ഓടിക്കാൻ മുതൽ 5 വർഷമായിട്ട് പണിതിട്ടും 2.5 വർഷം എഞ്ചിൻ പണി എടുത്തിട്ട് സെറ്റാവും ഇതുവരെ സെറ്റായിട്ടില്ല എന്ന് വിളിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. കാരണം അവർക്കൊന്നും നമുക്കതൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ആ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ അയച്ചിട്ട് രണ്ടാമത് റീബിൽഡ് ചെയ്യുക എന്നുള്ള വേറെ ഓപ്ഷൻ അതില്ല. പിന്നെ ഒരു ക്രാങ്ക് മാത്രം സെറ്റ് ചെയ്ത് കൊണ്ടോ അതല്ലെങ്കിൽ ബാക്കിയുള്ള വർക്കുകൾ ചെറിയ പണി എടുത്തത് കൊണ്ടോ ഒന്നും ഒരു എൻജിൻ പിന്നെ ഫ്രീ ആയിക്കൊള്ളണം എന്നില്ല. എപ്പോഴും എൻജിൻ്റെ ഫ്രീ ആവാനുള്ള പിന്നെ ടൈറ്റ് ആവാനുള്ള കാരണം എന്നിട്ട് എല്ലാ ഭാഗങ്ങളിലും ആ ഒരു ക്ലിയറൻസ് നോക്കാതെ സെറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ ഞാനും ഒരു കസ്റ്റമറോട് ആ ഒരു ഇത് പറയാറുള്ളത്, ഞാൻ ഫുള്ളായിട്ട് ഞാൻ വർക്ക് എടുത്ത വണ്ടികൾക്ക് മാത്രമേ നമ്മൾ ആ ഒരു ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാം, പിന്നെ ഫ്രീ ആവും എന്ന് പറയുന്നുള്ളൂ. ബാക്കി ആരാണ് ഇപ്പോൾ വിദേശത്തുള്ള ആളുകൾ എൻ്റെ വീഡിയോ കുറേ ആൾ കാണുന്ന ആളുകളും വിളിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ എവിടുന്ന് തന്നെ ഒരു എൻജിൻ വർക്ക് എടുത്തിട്ട് ഏതൊരു വർക്ക്ഷോപ്പിലായാലും പണി അറിയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പോൾ ഏതൊരു വർക്ക്ഷോപ്പിൽ നിന്ന് എഞ്ചിൻ പണി എടുത്തിട്ടാണെങ്കിലും കൂടെ എടുത്തിട്ട് തന്നെ പിറ്റേന്ന് തന്നെ പോയിട്ട് പിന്നെ ലോങ് ട്രിപ്പ് അടിക്കാനോ വല്ല കയറ്റോ ഹൈ റേഞ്ച് മേഖല കയറ്റാനൊന്നും നിൽക്കരുത്. കാരണം അതിൻ്റേതായ ബ്രേക്കിംഗ് ടൈം, പുതിയ വണ്ടി ഇറങ്ങുന്നതിന് ബ്രേക്കിംഗ് ടൈം കൊടുത്ത് മെതുവായി ഒരു ലോ സ്പീഡിൽ ഒരു 50-60 സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പതുക്കെ ഓടിച്ച് വണ്ടി ഓവർ സ്ട്രെയിൻ കൊടുക്കാതെ എക്സ്പാൻഷൻ സ്ട്രെസ് കൊടുക്കുക എന്ന് പറയും അതിന്. അതായത് നമ്മൾ വണ്ടി ഓവർ ഹീറ്റായിട്ട് ആ വണ്ടി ആ സ്ട്രെസ്സ് കൊടുക്കുമ്പോൾ
വണ്ടി ഹീറ്റായിട്ട് ജാമായി വണ്ടി നിൽക്കും. അപ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു കാരണങ്ങൾ മാത്രമൊന്നും ഉണ്ടല്ല. പിന്നെ വണ്ടി ചൂടാകുമ്പോൾ നിൽക്കാനുള്ള കാരണം അത് പിസ്റ്റണ്, സിലിണ്ടർ, ക്രാങ്ക്, ക്യാം, അതേമാതിരി വാൽവിൻ്റെ ഗൈഡിൻ്റെ ക്ലിയറൻസ്, ഇതൊക്കെ അതിൽ ബാധിച്ചുള്ള സംഗതിയാണ് കേട്ടോ, സംഭവിക്കുന്നതാണ്. ഇവർക്ക് കറക്റ്റ് ക്ലിയറൻസ് തന്നെ, തെർമൽ എക്സ്പാൻഷൻ ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ അത് വളരെയധികം പഴയ ഏത് വണ്ടീനെ സ്വാധീനിക്കുമെങ്കിലും കൂടെ പഴയ വണ്ടിക്ക് നല്ല രീതിയിൽ ബാധിക്കുന്നൊരു സംഗതിയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും വേറൊരു വലിയൊരു ഈ ഒരു വർക്ക് എടുക്കുന്ന ആൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു വിഷയം, ആരും കുറ്റപ്പെടുത്താനുള്ള, ഒരു വർക്കേഴ്സിനെ കുറ്റപ്പെടുത്താനൊന്നുമില്ല. ആദ്യം കസ്റ്റമൈസാണ് ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഒരു വണ്ടി ഓവർ സൈലൻ്റ് ആക്കുക എന്നുള്ളത്, നമ്മൾ വെറുതെ ഒരു വണ്ടി നിർത്തിയിട്ടൊരു വണ്ടി സൈലൻ്റ് ആക്കി എക്സോസ്റ്റ് നോട്ട് വളരെ തമ്പിയുമായിട്ട് കയറ്റർ കൊണ്ടുവന്ന വണ്ടി ഓടൂല. ആ വണ്ടി സൈലൻ്റ് ആവണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ് നമ്മളെ പല മെക്കാനിക്സും നിർബന്ധിതമായിട്ടെങ്കിലും, അല്ല ലൈറ്റ് വർക്കാണ് നിർബന്ധിതമായിട്ടെങ്കിലും സൈലൻ്റ് ആവണം, സൈലൻ്റ് ആയില്ലെങ്കിൽ പാർട്ടി സാറ്റിസ്ഫൈഡ് ആവില്ല എന്നുള്ള ഒരു മുൻധാരണ ഉള്ളത് കൊണ്ടാണ് പല കാരണങ്ങൾ ക്ലിയറൻസ് വരെ കറക്റ്റ് നോക്കാതെ ഫുൾ ടൈറ്റ് ചെയ്ത് എൻജിൻ സെറ്റ് ചെയ്ത് വിടുന്നത്. കാരണം നമുക്ക് ഏതൊരാൾക്കും, നമുക്ക് ആൾക്ക് പഴയ വണ്ടി എടുക്കുന്ന ആൾക്ക് ആദ്യം നോക്കുക വണ്ടി സൈലൻ്റ് ആണോ, ഏതെങ്കിലും സൗണ്ട് വരുന്നുണ്ടോ എന്നുള്ള. എൻജിൻ വലിയ എൻജിനല്ലേ, ശബ്ദം വരേണ്ട. ക്ലിയറൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ശബ്ദം വരുള്ളൂ. ക്ലിയറൻസ് കൊടുത്ത് ശബ്ദം ചെറിയ രീതിയിൽ വന്നു കഴിഞ്ഞാൽ സൈലൻ്റ് ആയില്ലല്ലോ എന്ന് പറയും. അപ്പോൾ നമ്മൾ എപ്പോഴും ബുള്ളറ്റ് എന്ന വണ്ടി ഓടിക്കാൻ കൂടി വേണ്ടിയിട്ടാണല്ലോ. അതുകൊണ്ട് എനിക്ക് എപ്പോഴും പറയാനുള്ളത്, നിങ്ങൾ ലോങ് ഓടിക്കാൻ അത്യാവശ്യം ലോങ് ട്രിപ്പൊക്കെ ഓടിക്കാൻ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ എൻജിൻ പണി എടുത്ത് ഗൾഫിൽ നിന്ന് വന്ന ഉടനെ തന്നെ വിദേശത്ത് പോയിട്ട് വണ്ടിയൊക്കെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ തന്നെ എടുത്തിട്ട് ലോങ് ഓടരുത് എന്നാണ് പറയുന്നത്. മാത്രമല്ല, നിങ്ങൾ വണ്ടി സൈലൻ്റ് ആക്കണം എന്നല്ല ഒരു മെക്കാനിക്കിനോട് പറയേണ്ടത്. എൻ്റെ വണ്ടി എനിക്ക് ലോങ് ഓടാൻ പറ്റിയ വണ്ടി ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ക്ലിയറൻസ് നോക്കിയിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ് പഴയ മോഡൽ വണ്ടി. അതും ആദ്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനുണ്ട്. അത് സ്വീകരിക്കാൻ ഞാനിപ്പോൾ വർക്ക് പഠിപ്പിക്കുകയൊന്നുമല്ല. നിങ്ങൾ സാധാരണ ഒരു കസ്റ്റമർ എന്ന നിലക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ 2005 മുതൽ 2009 വരെ ഈ ഒരു വരുന്ന വണ്ടിക്ക് ഈ ഒരു വണ്ടി എടുത്താൽ ഇത്രയും പൈസ കൊടുത്ത് 2.5 ലക്ഷം റുപ്യ 2 ലക്ഷം റുപ്യ കൊടുത്ത് എടുക്കേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾക്ക് 2005 മുന്നുള്ള ലോ ക്രാങ്ക് പോയിട്ട് വണ്ടി എടുത്തിട്ടെങ്കിൽ വലിയ നിർബന്ധമാണ്. എന്നുണ്ടെങ്കിൽ ഒരു 10 സംതിങ് വില കൊടുത്താൽ മാത്രം മതി ക്രാങ്ക്, ആ പുതിയ ക്രാങ്ക് വാങ്ങിച്ചിട്ട് സെറ്റ് ചെയ്ത് ആ രീതിയിൽ ഇതേ രീതിയിൽ വണ്ടി ആക്കി എടുക്കാൻ പറ്റും. അതും കൂടെ മനസ്സിലാക്കുക. കാരണം ക്രാങ്ക് കഴിയുന്നത് നിങ്ങൾ ക്രാങ്ക് വാങ്ങിച്ചിടുക, ഫാബ്രിക്കേറ്റ് ചെയ്യാതിരിക്കുക. അതിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ വരുന്ന വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെയ്തിട്ടുള്ളതും ചെയ്തുകൊണ്ട് വന്ന സംഭവങ്ങളൊക്കെ ആ കറക്റ്റ് ചെയ്യുന്ന ആളുകളില്ല എന്നുള്ളതല്ല, ഒരു 75% കറക്റ്റ് അല്ല ചെയ്യുന്നത്. അതിൻ്റെ തിയറിക്കൽ നോളജ് അറിഞ്ഞുകൊണ്ടല്ല, അതിൻ്റെ ക്ലിയറൻസ് എത്ര വേണമെന്ന് അറിഞ്ഞുകൊണ്ടല്ല വണ്ടി ക്രാങ്ക് വെയിറ്റ് കൂട്ടുന്ന. അങ്ങോട്ട് കൂട്ടുകയാണ് 10, 10, 11, 12, 13 ഒക്കെ കൂട്ടിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വീട്ടിൽ നിർത്താനല്ലാതെ ഒരു അങ്ങാടിയിൽ വേറെ അങ്ങാടി മീൻ വാങ്ങാൻ പറ്റും, വേറെ വണ്ടി ആ ഒരു കാര്യത്തിന് ആ വണ്ടി പറ്റില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഒരു പഴയ വണ്ടി എടുത്തിട്ട് ഒരു ഡെയിലി ട്രിപ്പ് അല്ലെങ്കിൽ ഡെയിലി ആയിട്ട് ഉപയോഗിക്കുന്ന 10, 50, 60 കിലോമീറ്റർ ഓടുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. ആ ഒരു വണ്ടി ലോങ് ഓടാൻ പറ്റാത്ത വണ്ടി എന്നുള്ള ചില ഒരു കാഴ്ചപ്പാടുണ്ട്. പഴയ വണ്ടി എന്ന് പറഞ്ഞാൽ 25 കിലോമീറ്റർ മാത്രം ഓടുന്ന വണ്ടി, കഴിഞ്ഞ വണ്ടി നിൽക്കുന്നില്ല. അങ്ങനെ ഒന്നുമില്ല. എല്ലാം തന്നെ നമ്മൾ ആ ഒരു തെറ്റായ മുൻധാരണ കൊണ്ടാണ് മെക്കാനിക്കും ലെയ്ത്ത് വർക്കേഴ്സൊക്കെ ആ രീതിയിൽ വർക്ക് എടുക്കുന്നത്. എല്ലാ വണ്ടികളും വേണ്ടത്ര ക്ലിയറൻസ് കൊടുത്ത് മാത്രം വണ്ടി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിഷയം അവിടെ കിടക്കട്ടെ. നമ്മൾ ഈ 2005 വണ്ടിയുടെ അഡ്വാൻറ്റേജ് എന്താണ് എന്നുള്ളത് ഞാൻ ഒരു ലോ ആൻഡ് ടോർക്ക് കാണിച്ചു തരികയാണ്. ഓക്കെ, അഡ്വാൻറ്റേജ് എന്നല്ല എല്ലാവരും ഉദ്ദേശിക്കുന്നത്, ഹെവി ക്രാങ്ക് വണ്ടി ഉദ്ദേശിക്കുന്നത് പിന്നെ മെയിൻ എക്സോസ്റ്റ് നോട്ട് തന്നെയാണ്. നല്ല മാസീവായിട്ട് നോസ് കിട്ടും, ആ ഒരു നല്ലൊരു തമ്പ് കിട്ടും ക്രാങ്കിലെ വണ്ടിക്ക്. അതിലുപരിയായിട്ട് നമുക്ക് സ്ലോ സ്പീഡിൽ ടോപ്പ് ഗിയറിൽ സ്ലോ സ്പീഡ് കുറച്ചിട്ട് പോകാൻ പറ്റുന്നുള്ളതാണ്. G2-ൻ്റെ അടുത്തൊന്നും എത്തൂല, എങ്കിലും 2005 വണ്ടി കുറച്ചുകൂടെ കൂടി സെറ്റാണ് സമയത്തൊക്കെ ആകുമായിരിക്കും. എന്നാലും എൻ്റെ അടുത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന വണ്ടി 2005-നും 2009-നും ഇടയിലുള്ള പഴയ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ലാസ്റ്റ് എക്സ് മോഡൽ CI എഞ്ചിനാണ് രജിസ്ട്രേഷൻ വരുന്നത്. എനിക്ക് ഓടിച്ചോടത്തോളം ഒരു വണ്ടിയും ഒരു 40-ൻ്റെ താഴെ ഓടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ടോപ്പ് ഗിയറിൽ. അപ്പോൾ അതിന് കാരണങ്ങൾ വേറെ ഉണ്ട്. അപ്പോൾ അത് ഏത് 2005 വണ്ടി ഹെവി ക്രാങ്ക് വണ്ടി ആയിരിച്ച് 30-ൽ ഓടും 25-ൽ ഓടുന്നെന്ന് പറഞ്ഞ് ആരും പോയി എടുക്കണ്ട. അതൊന്നും ആ വണ്ടി ഓടില്ല. അത് ഓടുന്നുണ്ടെങ്കിൽ പഴയ G2 വണ്ടി 3 ക്ലച്ച് വെച്ച് ഓടിക്കുന്ന വണ്ടികൾ ആ ഒരു കറക്റ്റ് ആ ഒരു അതിൽ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ആ വണ്ടി മാത്രമേ അങ്ങനെ ഓടുള്ളൂ. പക്ഷേ ഈ വണ്ടി ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ വെറും ലോ ആൻഡ് ടോർക്ക് മാത്രം നോക്കിയിട്ട് വണ്ടി എടുക്കാനും പറ്റില്ല, വണ്ടി ഓടും കൂടെ വേണമല്ലോ. അപ്പം ആ രണ്ടിനും കൂടെയുള്ള വണ്ടിയാണിത്. അത്യാവശ്യം 40 സ്പീഡിൽ ലോ ആൻഡിൽ നിങ്ങൾ പോകാനും പറ്റും. UC വണ്ടികളുമാതിരി തന്നെ ആ UC വണ്ടി എങ്ങനെയാണ് ഓടുന്നത് അതേ ലോ ആൻഡ് ടോർക്കാണ് ഈ ഒരു വണ്ടി കിട്ടുക.
അതിനേക്കാളും കുറഞ്ഞ വണ്ടി ലോ ആൻഡ് ടോർക്കിൽ 30 ഓടുന്ന വണ്ടികളൊക്കെ അതിൻ്റെ മുമ്പ് ഇറങ്ങിയ വണ്ടികൾ 2005 മുന്നേ ഇറങ്ങിയിട്ടുള്ള സാധാ ബുള്ളറ്റ് ഫാബ്രിക്കേറ്റഡ് ക്രാങ്കുള്ള വണ്ടി, അതായത് ക്രാങ്ക് വെയിറ്റ് കൂട്ടിയിട്ട് നല്ല രീതിയിൽ വർക്ക് എടുത്ത വണ്ടികൾ നമ്മൾ നിരത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾ പഴയ വള്ളി ബുള്ളറ്റ് എടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലൊന്ന് ഓടിച്ച് നോക്കുക. പിന്നെ മെയിൻ ശ്രദ്ധിക്കാനുള്ള ഓയിൽ ലീക്ക് തന്നെയാണ് കേട്ടോ. ഓയിൽ ലീക്ക് എന്ന് പറഞ്ഞ സംഗതി എൻജിൻ കേസും കാര്യങ്ങളൊക്കെ ഒപ്പിച്ചെടുത്ത് ഒരുപാട് പണികളുണ്ടാവും. എന്ന് പറയാനൊക്കെ നമ്മളെ ഭാഗ്യം പോലെ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും. നമുക്ക് വണ്ടി പൊളിച്ചിട്ട് നോക്കിയിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. എന്നാലും ബാഹ്യമായിട്ടുള്ള ഓയിൽ ലീക്ക്, അതിൽ വണ്ടിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ്, ലോ ആൻഡ് ടോർക്ക്, അതേമാതിരി 10, 20, 50, 30 വണ്ടി എടുത്ത ഉടനെ 10, 30, 50, 10, 30, 40, 50 കിലോമീറ്റർ ഓടിയൊക്കെ വണ്ടി നിൽക്കുന്നുണ്ടെന്ന് നോക്കുക. ആ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം വണ്ടി എടുക്കുക. ഇനി വണ്ടി നിങ്ങൾക്ക് കുറച്ച് ചൂടാக വണ്ടി നിൽക്കുന്നത് വെച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് ഓടിക്കഴിഞ്ഞാൽ റെഡിയാകും എന്നൊന്നും എല്ലാ വണ്ടികളും റെഡിയാവുമൊന്നുമില്ല. കറക്റ്റ് അവർ ചെറിയ എമ്മിലൊക്കെ മാറ്റം മാത്രമേ വന്നിട്ടില്ലെങ്കിൽ ഓടി കുറേ ഓടുക എന്ന് പറയുമ്പോൾ വണ്ടീൻ്റെ എഞ്ചിൻ്റെ ലൈഫ് കഴിഞ്ഞാൽ വണ്ടി സെറ്റാവുള്ളൂ. അങ്ങനെ വണ്ടികളുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ആ മുൻധാരണ ആദ്യം തന്നെ ഒഴിവാക്കിയതിന് ശേഷം മാത്രം വണ്ടീൻ്റെ എഞ്ചിൻ പണി എടുപ്പിക്കുക. അപ്പോൾ വിദേശത്തുള്ള ആളുകൾ എഞ്ചിൻ വർക്ക് എടുക്കാൻ വന്ന ഉടനെ വണ്ടി ഓടിക്കാൻ ആഗ്രഹിക്കുന്നത് വേണ്ടത്ര ക്ലിയറൻസ് കൊടുത്തിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറയുക. പിന്നെ സിലിണ്ടർ പിസ്റ്റണൊക്കെ മെയിനായിട്ട് പോണ വിഷയങ്ങളാണ് സിലിണ്ടർ പിസ്റ്റൺ. ആ സിലിണ്ടർ പിസ്റ്റൺ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. മിക്കവാറും ബോറയുന്ന ആളുകൾ ആ റിങ്സിൻ്റെയും സിലിണ്ടറിൻ്റെയും പിസ്റ്റൻ്റെ ഇടയിലുള്ള ക്ലിയറൻസ് ഒന്ന് കറക്റ്റ് നോക്കിയിട്ടൊന്നുമല്ല ചെയ്യുന്നത്. ഓവർ ടൈറ്റാണ് ഉണ്ടാവാറ്. ഇതൊക്കെ കൊണ്ടാണ് വണ്ടി മിക്കവാറും ഹീറ്റായിട്ട് നിൽക്കാനുള്ള കാരണം കേട്ടോ. അപ്പോൾ വളരെ കൂടുതലായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ മുഷിപ്പിക്കുന്നില്ല. എനിക്ക് ഇപ്പോൾ ഇതിൻ്റെ മനസ്സിൽ വരുന്ന ഓരോ കാര്യങ്ങളോട് പറയുന്നത് മാത്രം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വളരെ വിശദമായിട്ട് വേണ്ട ആളുകൾ ചോദിക്കാൻ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വണ്ടി ഞാനിപ്പോൾ കാണിക്കുന്നത് നോക്കുക. ഞാൻ ഇപ്പോൾ ടോപ്പ് ഗിയറിലാണ് വണ്ടി പോകുന്നത്. വണ്ടി ഇടിച്ച് കളിക്കുകയാണ്. 30 സ്പീഡിലാണ് ഇപ്പോൾ വണ്ടി ഉള്ളത്. ഈ വണ്ടീൻ്റെ വർക്ക് ഞാൻ എടുത്തതല്ല, ഈ എടുത്ത പോരായ്മ തീർത്ത മാത്രം ചെയ്തിട്ടുള്ളൂ കേട്ടോ. പോരായ്മ എന്ന് പറഞ്ഞാൽ ചെറിയ 1-2 വിഷയങ്ങൾ, ആരും ശ്രദ്ധിക്കാതെ പോകണം 1-2 വിഷയങ്ങളുണ്ട്. അതാണ് ഇതിനുണ്ടായിരുന്നത്. അത് റെഡിയാക്കിയിട്ടുണ്ട്. ഒരു 35 km/h സ്പീഡ്, 35 പ്രതീക്ഷ മതി. കുറച്ച് സ്മൂത്തായി ഓടണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ഒരു 40ൻ്റെ അടുത്തെത്തിയാൽ തന്നെ വണ്ടി ഒരു ടോപ്പ് ഗിയറിൽ വണ്ടി സ്മൂത്തായിട്ട് ഓടുന്നുള്ളൂ. അതെല്ലാ വണ്ടി ഈ വണ്ടി എന്നുള്ളത് 2009 ശേഷമുള്ള എല്ലാ വണ്ടികളും. പക്ഷേ ഇതിനും ലോ ആൻഡ് ടോർക്ക് കിട്ടുന്ന വണ്ടികളുണ്ട്. നല്ല ആ ഒരു എക്സോസ്റ്റ് നോട്ടൊക്കെ നല്ല തമ്പിയായിട്ടുള്ള വണ്ടികളുണ്ട്. ഓടി സെറ്റായി തഴമ്പിച്ച വണ്ടികൾ, പഴമുള്ള വണ്ടി. അപ്പോൾ എനിക്ക് എപ്പോഴും പറയാനുള്ളത് അങ്ങനത്തെ വണ്ടികൾ പോയി നോക്കിയെടുക്കാം. വലിയ വിലയൊന്നും കൊടുത്ത് 2005 വേണമെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നതാണ് കേട്ടോ. അതല്ലാതെ തന്നെ വേണമെന്ന ആളുകൾക്ക് അത് എടുക്കുന്ന യാതൊരു കുഴപ്പമുണ്ടായിട്ടില്ല. വലിയ വില കൊടുത്ത് എടുക്കണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. മൈക്ക് പോയിട്ടോ. വലിയ വില കൊടുത്ത് എടുക്കണ്ട എന്നേ ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് കമ്പാരിറ്റീവായിട്ട് ഞാനൊരു 91 വണ്ടി 86 വണ്ടിയാണ് ഞാനിപ്പോൾ അടുത്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അതൊന്ന് നോക്കിയിട്ട് ഞാനിപ്പോൾ ഈ വണ്ടി 40 സ്പീഡിലാണ് വളരെ സ്മൂത്തായിട്ട് ഓടുന്നുള്ളൂ. എൻ്റെ അടുത്ത് വന്ന 90% വണ്ടികളും ആ രീതിയിൽ ഓടിയിട്ടുള്ളൂ. പക്ഷേ ലോ ആൻഡ് ടോർക്ക് വേണ്ടവർക്ക് അങ്ങനെ ആക്കി എടുക്കാവുന്നുള്ളൂ കേട്ടോ. പക്ഷേ അതിനായിട്ട് ഈ സാധനം പോയി വാങ്ങിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ. പിന്നെ ആകെ അറ്റൻഡ് എന്ന് പറഞ്ഞാൽ വളരെ ഞെട്ടുമ്പോൾട്ട് കൈ തട്ടി മുട്ടി അയച്ച് സെറ്റ് പോയി മറ്റേ പോയി അങ്ങനത്തെ ഒരു തൊന്തിയിൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു അറ്റൻഡേജ് മാത്രമേ അതുള്ളൂ. റോഡിൽ നല്ല തിരക്കാണ്. വണ്ടി കയറ്റി വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത വണ്ടി ഓടിച്ചിട്ട് 86 മോഡൽ വണ്ടി, ആ വണ്ടി ഓടിച്ച് അതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ചിലപ്പോൾ എൻ്റെ മൈക്കിൽ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ വെച്ച് കൊണ്ട് തന്നെ കേൾക്കാൻ സാധ്യതയല്ല. എന്നാലും എൻ്റെ ഫീൽ ചെയ്യാൻ പറയാം കേട്ടോ. വണ്ടിയുടെ ടാങ്കിൻ്റെ മുകളിലെ പെയിൻറ്റൊക്കെ പൊളിഞ്ഞു പോയിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ അടുത്ത് വരാനുള്ള മെയിൻ കാരണം കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് മഴയാണ്. എന്നാലും ഇപ്പോൾ വണ്ടി ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് കുറച്ചായി ഞാൻ വെളിയിലുള്ള ഒരു കസ്റ്റമർ വണ്ടിയാണ്. അപ്പം ഇതാണ് വണ്ടി വരുന്നത്. 86 ആണ് മോഡൽ കേട്ടോ. ഇതിൻ്റെ ചാവിയുടെ
ഓക്കെ. അപ്പോൾ ഇതിൽ മിക്കുനി കാർബറേറ്ററാണ് വണ്ടിയിലുള്ളത്, ജപ്പാൻ കാർബറേറ്ററാണ്. അതുകൊണ്ട് തന്നെ E20 കാർബറേറ്ററിൻ്റെ പെട്രോളൊന്നും പേടിക്കേണ്ട കാര്യമില്ല, അങ്ങ് ഓടിക്കോളും. പിന്നെ ചില ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, E20 പ്രശ്നമാണ്. E20 ഒന്നും ഇപ്പോൾ ഒരു പ്രശ്നമില്ല, വെറുതെ ആളുകൾ വെറുതെ പറഞ്ഞിട്ട് ചെറിയ വിഷയം ഇല്ല എന്നുള്ളതല്ല, നമ്മൾ പേടിച്ച് ഭയപ്പെട്ട് വണ്ടി ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഓക്കെ. പെട്രോൾ ഉണ്ടോയെന്ന് അറിയില്ല. എന്നാലും ഓ മഴ പെയ്തു. മഴ പെയ്തു. മഴയത്ത് ഈ വണ്ടി അറിയാം എനിക്ക് നാളെ പണിയാവും. അതുകൊണ്ട് ഇത് കൈ കസ്റ്റമർ കൊടുക്കാനുള്ള വണ്ടിയല്ലേ, കൈക്ക് തുടച്ച്. ഇപ്പോൾ ഇതാണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ ഏതായാലും ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇതിൽ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ നാളെ തന്നെ ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഞാൻ രണ്ടും കൂടെ ഒന്നിച്ചെടുക്കണം എന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ പുറത്തേക്ക് നോക്കട്ടെ, നല്ല മഴയാണ്. ഇപ്പോൾ മഴയത്ത് ഈ വണ്ടി ഞാൻ ഇറക്കി കഴിഞ്ഞതിൻ്റെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി, ഓടിക്കാൻ ഇഷ്ടപ്പെട്ട വണ്ടി അതിനേക്കാളൊക്കെ ഈ വണ്ടി തന്നെയാണ്. അതൊരു സംശയമുള്ളത് പറയുന്നത്. അതിനെന്താ കാരണം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നാളെ പറഞ്ഞുതരാം. ഓക്കെ.